ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് സദ്യ സ്പെഷ്യൽ കുറുക്കുകാളൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ ഈ വലുപ്പത്തിലുള്ള ഒരു നേന്ത്രക്കായാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ അളവിലുള്ള ഒരു ചേനയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ചേനയുടെയും കായുടെയും തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി കൊണ്ടുവരാം. അപ്പോൾ ചേനയുടെയും കായുടെയും തൊലിയെല്ലാം കളഞ്ഞ് ഞാൻ വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കഷ്ണങ്ങളാക്കി കട്ട് ചെയ്യണം. നമ്മുടെ കാളന് ചതുര കഷ്ണമായിട്ടല്ലേ കട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ കായത കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി അതോടൊപ്പം നമുക്ക് ചേനയും ചതുര കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചേനയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു ബൗളിൽ കുറച്ച് വെള്ളമാണ്. ഈ വെള്ളത്തിലേക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്ത ചേനയും കായയും ചേർത്ത് കൊടുക്കാം. കായയ്ക്കൊരു കറയുണ്ടാവും. അപ്പോൾ ആ കറ പോകുന്നത് വരെ നമുക്ക് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വയ്ക്കാം. അപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം നമുക്കിതൊന്ന് കഴുകി വൃത്തിയാക്കി ഒരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം പൊടികളായിട്ട് 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക, പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം, പിന്നെ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് വേവാൻ ആവശ്യമായ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. എല്ലാം കൂടി നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊരു അടപ്പ് കൊണ്ട് ഇതൊന്ന് അടച്ച് വെക്കണം. അപ്പോൾ നമ്മളൊരു അടപ്പ് കൊണ്ട് ഇത് അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഒന്ന് ഓണാക്കി കൊടുക്കാം. കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. അപ്പോഴേക്കും മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. അതോടൊപ്പം 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം, 1/4 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് അരയ്ക്കാൻ ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മുടെ അരപ്പ് അവിടെ റെഡിയായി. ഇനി നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഒരുപാട് വെന്ത് കുഴയൊന്നും വേണ്ട. ഇനി ഇതിലേക്ക് നമ്മുടെ അരപ്പ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് കഷ്ണത്തിലേക്ക് അരപ്പ് പിടിക്കുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. കഷ്ണങ്ങളിലേക്ക് അരപ്പൊക്കെ പിടിച്ച് വെള്ളമൊക്കെ വറ്റി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലിട്ട് തൈരൊന്ന് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ തൈരിന് ഒരുപാട് പുളിയുള്ളത് കാരണം ഞാൻ കുറച്ച് തൈര് മാത്രമാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ തൈര് ഒഴിച്ചതിന് ശേഷം കുറേ നേരം അടുപ്പ് കത്തിക്കൊന്നും വേണ്ട. നമുക്ക് ഇത് കുറച്ച് നേരം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടുപ്പിൽ നിന്നും മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ കാളൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് അപ്പുറത്തെ അടുപ്പിലേക്ക് നമുക്ക് മാറ്റാം. ഇനി ഇത് താളിക്കാനായിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുക. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് നല്ലതുപോലെ പൊട്ടി വരുമ്പോൾ 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവയൊക്കെ നല്ലതുപോലെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് വറ്റൽമുളകാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. നമ്മുടെ തീയൊന്ന് കുറച്ച് കൊടുക്കുക, നമ്മുടെ മുളകൊന്നും കരിയാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതെല്ലാം നല്ലതുപോലെ മൂപ്പിച്ചെടുക്കുക. അപ്പം മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കാളനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ സദ്യ സ്പെഷ്യൽ കുറുക്ക് കാളൻ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്കും സബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.